ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടില്ലേ. അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊന്നൊരു ഫ്ലവർ ചെയ്യുകയാണ്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്യാണ്ട് എടുത്തതാണിത്. കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുക്കണം. അപ്പം ജസ്റ്റ് പോന്നു പോയിട്ടുണ്ട്, അത് പ്രശ്നമില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നടുവിലും കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കിട്ടും, ഇങ്ങനെ 2 പീസ് കിട്ടും. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് റോൾ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സമാവുന്ന രീതിയിൽ റോൾ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഇത് വെച്ചിട്ട് തന്നെ റോൾ ചെയ്യാം. ഈ രീതിയിൽ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ റോൾ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിവിടെ സെക്യൂർ ചെയ്യുക ചെയ്യുന്നത് കണ്ടോ. ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ മോഡൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്ട് വെച്ച ഒരു പീസില്ലേ, ഇത് ഇതിൻ്റെ ഉള്ളിലേക്കിടാം. ഉള്ളിലേക്കിടാം. ഏകദേശം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് താഴോട്ട് ഇറക്കി കൊടുക്കാം. ഇത്ര മതി. എന്നിട്ട് ബാക്കിയുള്ള പീസ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇത് നമ്മൾ വീണ്ടും റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ ലെയർ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. എന്നിട്ട് ഈ ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡ് തന്നെ കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതാകുമ്പോൾ ഒറ്റ ലെയറേ വരുള്ളൂ, ഇതിൽ ഒരുപാട് ലെയർ വരുന്നുണ്ട്. ബാക്കി പീസ് നമ്മൾ കട്ട് ചെയ്യാണ്. ബാക്കി പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടിഭാഗം നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്കതിൽ താഴേക്ക് സ്റ്റിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഈർക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഈർക്കിൾ യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് നടുവ് കൂടെ ജസ്റ്റ് താഴേക്ക് ഇറക്കി കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഈർക്കിൾ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പേപ്പർ ചുറ്റിയിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതിൽ നിൽക്കുമോ എന്നറിയില്ല, എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇതിപ്പോൾ ഈ രീതിയിൽ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. കണ്ടില്ലേ, ഇതാണ് ഞാൻ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളോട്ട് നമ്മളാക്കി കൊടുക്കാട്ടോ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ വേഗം നിൽക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ആക്കി എടുത്തതാണ്. ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തൽക്കാലത്തേക്ക് ഞാനിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് ചുറ്റാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചുറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. പേപ്പർ കൊണ്ട് ഇത് നല്ല രീതിയിൽ സെക്യൂർ ആക്കിയിട്ട് വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഈ ഒരു സ്റ്റിക്ക് കൊണ്ട്. അപ്പോൾ ഞാൻ അതിന് പകരം ഒരു ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടെ ഉറപ്പുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട്, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണില്ലേ, നമുക്ക് ഓരോന്ന് വാങ്ങിക്കുന്ന സമയത്തൊക്കെ കിട്ടുന്ന ഒരു സ്പൂണിൻ്റെ ഒരു ഇതാണ്. ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഉറപ്പിൽ നിൽക്കും. കണ്ടില്ലേ, ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാലൊന്നും വീണ് പോകില്ല. അപ്പോൾ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്രേ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് ഫെവിക്കോൾ. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേപ്പറിലും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ പക്ഷേ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലാക്കി കൊടുക്കണം. ജസ്റ്റ് കൈ കൊണ്ട് ഞാനിത് പാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കയറി പോകേണ്ട നോക്കണം കേട്ടോ. പക്ഷേ നമ്മൾ ഇത് കളർ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കൂട്ടി പിടിക്കുകയാണ് ചെയ്യുന്നത്. താഴെ ഗം അപ്ലൈ ചെയ്തേണ്ടത് ഇത് നല്ല രീതിയിൽ നിന്നോളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കണം. ഇത് കുറച്ചൊക്കെ നമുക്ക് മാറ്റി വെക്കാം, നല്ല ഒട്ടിക്കോട്ടെ. ഓൾമോസ്റ്റ് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ പക്ഷേ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ റോൾ ചെയ്ത് ഒട്ടിക്കുകയാണ്. അറ്റത്തും അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ബാക്കി ഒരു പീസ് ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടും കൂടെ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഈ വീഡിയോ തന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്ന ഈ പീസ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സെൻറ്ററിൽ നമ്മൾ അടയാളത്തിനായിട്ട് ഒരു മൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പേപ്പറിൽ ജസ്റ്റ് ബുക്കിൻ്റെ ഒരു പേജ് വെച്ചതാണ്.
അപ്പോൾ ഇതിൽ നമ്മളിത് റൗണ്ടിൽ വരച്ചെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പീസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കട്ട് ചെയ്തെടുക്കാം. പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗമ്മ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളത് B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഭാഗത്ത് നല്ലോണം അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇത് ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നിവർത്തി ഇവിടെ വെക്കാട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ ഇതിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ല താഴെ ഒട്ടി പോലൊക്കെ നോക്കണേ. എന്നിട്ട് തിരിച്ച് കഴിയുന്നത്. ഇതിലേക്ക് വെച്ചാൽ ഈ ഒരു പീസിൽ നമ്മൾ തേച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ ചെയ്യുന്നത്. എന്ന് അപ്ലൈ ആണ്. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പീസിലേക്ക് ഒട്ടിക്കുകയാണ്. നേരത്തെ ബാക്കിൽ ഒട്ടിച്ച ഒരു പീസും ഇത് ഏകദേശം ഒരേപോലെ ആയിരിക്കാൻ നോക്കണം. കണ്ടോ ഒട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നല്ല രീതിയിൽ ഒട്ടിക്കോട്ടെ. സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ പീസൊക്കെ ഒന്ന് വെട്ട് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ആവശ്യത്തിൽ കാട്ടിയെടുക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബാഡ്ജ് പോലെ തോന്നുന്നുണ്ടോ? നമ്മൾ ഉത്സവ കമ്മിറ്റിക്കൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ബാക്കിയുള്ള പീസുകൾ നമ്മൾ ഒഴിവാക്കണ്ട. നമുക്കിത് മിഡിലായിട്ട് കൊടുക്കാനുള്ളതാണ്. ജസ്റ്റ് ഫ്ലവറിൻ്റെ ഒരു വരുന്ന രീതിയിൽ തന്നെ വിട്ടാൽ ഇങ്ങനെ വെട്ടി കൊടുക്കാം കേട്ടോ. അധികം കയറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്പ്ലിറ്റായി പോകും. അപ്പോൾ നോക്കിയിട്ട് വെട്ടുക. ഈ രീതിയിൽ വെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ മൊത്തം വെട്ടി കൊടുത്തിട്ട് നമ്മളിവിടെ ഈ ഒരു ബാക്കി വന്ന പീസുകൾ ഇവിടെ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. പൂമ്പൊടി പോലെ സ്റ്റിക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രേപ്പ് പേപ്പർ ചുറ്റുക ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ചുറ്റിയെടുക്കാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റെടുത്തിട്ട് ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഗം അപ്ലൈ കേട്ടോ. നല്ലൊന്ന് ഫോൾഡാക്കാം. സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ നോട്ടെ നമുക്കിതിൻ്റെ മിഡിലുള്ളത് സെറ്റ് ചെയ്യാം. ഏത് സൈഡാണ് നല്ല നോക്കിയിട്ട് ഒരു സൈഡ് സെലക്ട് ചെയ്യാം കേട്ടോ. എനിക്കിതാ കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നത്. ഈ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ഇത് നല്ല രീതിയിൽ പശ അപ്ലൈ ചെയ്യണം കേട്ടോ. പൂമ്പൊടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇതിൽ ഞാനത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കണേ. ഒരു ഭാഗം വിട്ടു പോരുത്. കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായപ്പൊടിയില്ലേ, അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നോക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ കുറച്ച് നേരം. അങ്ങനെ എല്ലാ ഭാഗത്തും ആയിക്കോട്ടെ. നമ്മളിതിൻ്റെ ഒരു പീസ് പോലും വേസ്റ്റ് ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം. മൊത്തം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പീസ് എടുത്തിട്ട് വെച്ച് അങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കട്ടോ. എല്ലാ ഭാഗത്തും ഒന്ന് നിന്നോട്ടെ. ഓക്കെ, നമ്മളത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇല ചെയ്തെടുക്കാം. 2 ഇലകൾ ചെയ്തെടുക്കാം. കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മടക്കി ഒന്നുകൂടെ ഇങ്ങനെ മടക്കാം കേട്ടോ. അത്യാവശ്യത്തിന് വലുപ്പത്തിലുള്ള ഇല നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മുറിക്കുക. ജസ്റ്റ് ഈ രീതിയിൽ ഇങ്ങനെ ആട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ഇലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു ബാക്കിയുള്ള പീസ് കൊണ്ടൊരു ചെറിയ ഇല കൂടെ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറിന് വേണ്ടിയിട്ട്
ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇല വെച്ച് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടാക്കി കൊടുക്കാം. കുറച്ച് ഇലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നോർമൽ ഗ്രേ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കട്ടിയില്ലാത്ത. അല്ലെങ്കിൽ 2 ഗ്രേ പേപ്പറും കൂടെ വെച്ച് ഒരുമിച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ നമുക്ക് കട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യണം. ഇലക്കൊരു ആരോഗ്യമില്ലാത്ത പോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഉണങ്ങിക്കോട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഉണങ്ങി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് നമ്മളിതിൻ്റെ ബാക്കിൽ അങ്ങനെ കമഴ്ത്തുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ തൊഴിഞ്ഞ് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ടോ. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുക ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അതിന് ഞാനൊരു പേപ്പർ എടുക്കുന്നുണ്ട്. ഈ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടാണ്. നോർമൽ പേപ്പറാണ് കേട്ടോ. ഗമ്മ നല്ലോണം അപ്ലൈ ചെയ്യാം. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അധികം കട്ടിയില്ലാത്ത പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലോണം ഗമ്മ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. അമർത്തി കൊടുത്തിട്ട് ഈ രീതിയിൽ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കണം ചെയ്യുന്നത്. നല്ലോണം കയറ്റിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കാൻ നല്ലോണം. ഈ റൗണ്ടിന് പുറത്തേക്ക് വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാണില്ലേ, ഇവിടേക്ക് ഈ ഒരു പീസ് കുറച്ചുള്ളത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതായാലും കട്ട് ചെയ്യേണ്ട നോക്കണേ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ പീസ് ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ മെല്ലനെ കത്രികനെ കൊണ്ട് തന്നെ എടുത്ത് ഒഴിവാക്കിയാൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒട്ടിച്ച് നമ്മൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഒരു ഈ പീസ് കൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതിന് ഈ ഒരു പീസ് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്താൽ കേട്ടോ. വീണ്ടും ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ വിട്ടാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ രീതിയിൽ കിട്ടും. പേപ്പർ തികച്ചില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു ഷേപ്പില്ലാത്ത പോലെ ഉള്ളത്. പ്രശ്നം കണ്ട. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കട്ടോ. എല്ലാ ഭാഗത്തും വശമാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇത്തിരി ആക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. കളർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ പച്ച കളറിനെ ആവട്ടെ. ആ കഴുകി കഴിഞ്ഞാൽ പോകും. പശ വെച്ചിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തോടെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കാം. ഉണ്ടോ? കുറച്ചുകൂടെ വലിപ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണില്ല കേട്ടോ. ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഈ പശ ഒട്ടാൻ നല്ല സമയം പിടിക്കുന്നുണ്ടതാണ് ഇങ്ങനെ ഇളക്കി പോരുന്നത്. ഇപ്പം മാക്സിമം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യാണ്. മാക്സിമം ഉണക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഈ ഭാഗത്ത് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇലയും കൂടെ വെച്ചാൽ ഇങ്ങനെ താഴെ വരുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാം. ഈ രണ്ടത്തും കൂടെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അല്ല ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഒന്ന് കയറ്റിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെ ഒന്ന് നടുവില്ലേ ഇങ്ങനെ അമർത്തി കൊടുക്കാം. അതിൽ ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടോ. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ഫ്ലവർ വരുന്നത്. നമുക്ക് ഈ മിഡിൽ കളർ കൂടി ചെയ്താൽ ഞാൻ അടിപൊളിയായിരിക്കും കേട്ടോ. കളർ ഞാനൊരു കാപ്പി കളറാണ് കൊടുക്കുന്നത്. ഈ ഒരു പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കളർ ഇതിൻ്റെ അകത്ത് പിടിക്കുമെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് പോലെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ നോക്കുക. കാര്യം ഇത് പശ നല്ലോണം പറ്റാത്തതിനെ കൊണ്ടേ ഉണങ്ങാത്തതിനെ കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കയ്യിൽ പോകും. ഈ ബ്രഷിൻ്റെ കൂടെ അങ്ങോട്ട് പോരാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ചെറിയ ബ്രഷ് ആയതുകൊണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കളറിങ്ങിൽ വലിയ എക്സ്പെർട്ടൊന്നുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് വലിയ രസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. നന്നാവുമെന്ന് അറിയില്ല. ഇങ്ങനെ ബാക്കിയൊരു പീസ് ഇങ്ങനെ കണ്ടതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻസൊക്കെ ചെയ്യുക. കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കമൻറ്റൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. എന്നാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന്. നിങ്ങൾ അതിൽ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ തന്നെ അറിയിക്കുക. ഞാനതുപോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. അത് ഇളക്കി പോന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെല്ലനെ ചെയ്താൽ മതി. ബേബീസ് ഇതിന് മുകളിൽ വീണു പോയി. മസാല ഞാൻ ഒഴിവാക്കിയാണ്. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ പൂമ്പൊടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കളർ കൊടുക്കാം. വെള്ളം അങ്ങനെ കണ്ടിട്ട് എന്താ പോലെ ഉണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ഗോൾഡൻ കളർ എടുക്കുന്നത്. അത് എത്രമാത്രം എഫക്റ്റീവ് ആകുന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. എന്തായാലും ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം നന്നാവുമെന്നുള്ളത്.
ഇങ്ങനെ ഓരോന്നും അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കൊള്ളാവോ? ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതാണ് നേരത്തെ ആദ്യം ചെയ്ത ഫ്ലവർ. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.